സൂത്രൻ: അതോ, അല്പനും ജൽപ്പനും തന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു മത്സരം നടത്തുന്നുണ്ട്. അതിന് ചേട്ടൻ റഫറിയായി വരണം. എന്ത് മത്സരമാ? ആട്ട മത്സരം. എനിക്കൊന്നും നേരമില്ല. ശരി, വരും. ഏ, ഞാൻ തന്നെ വേണോ സൂത്ര? നോ പ്രോബ്ലം, താൻ ചെല്ല്. ഓക്കെ. വലിപ്പമാണോ എണ്ണമാണോ നോക്കേണ്ടത്? എന്ന് വെച്ചാൽ? ഓട്ടമത്സരമല്ലേ? കൂടുതൽ ഓട്ടയുണ്ടാക്കുന്ന ആളാണോ ഏറ്റവും വലിയ ഓട്ടയുണ്ടാക്കുന്നവനാണോ ജയിക്കുക? എടോ, ഓട്ടയല്ല, ഓട്ടം. എങ്ങനെ റഫറി ആകണമെന്ന് ഞാൻ പറഞ്ഞു തരാം. എവിടം മുതൽ എവിടം വരെ ഓടണമെന്ന് ആദ്യം തീരുമാനിക്കണം. അതെനിക്കറിയാം. തുടക്കം മുതൽ അവസാനം വരെയല്ലേ? അതല്ലെന്നേ. തുടങ്ങേണ്ട സ്ഥലത്ത് ഒരു വര വരയ്ക്കണം. തീരേണ്ട സ്ഥലത്ത് വള്ളി കെട്ടണം. വള്ളിയോ? അതെ. ആദ്യം വള്ളിയിൽ തൊടുന്ന ആളാ ജയിക്കുക. അത് ആരാണെന്ന് നോക്കണം. അതാണ് റഫറിയുടെ പണി. അത് ഞാൻ ഏറ്റു. ചേട്ടാ, ഈ ഷേരുചേട്ടൻ തട്ടിപ്പാ. ആദ്യം ഓടിയെത്തിയത് ഞാനാ. പക്ഷേ ഷേരുചേട്ടൻ ജൽപ്പനെ വിജയായി പ്രഖ്യാപിച്ചു. സമ്മാനമായ ഇറച്ചിക്കഷണം ഷേരുചേട്ടൻ ജൽപ്പന് കൊടുത്തു. അതെന്താ തർക്കം? ഞാൻ വള്ളി കെട്ടാൻ പറഞ്ഞതല്ലേ? വള്ളി കെട്ടി സൂത്ര. ഓടിയപ്പോൾ വള്ളിയുടെ അടുത്ത് ആദ്യം എത്തിയത് ജൽപ്പനാണോ? അല്ല, അല്പനോ. എന്നിട്ടാണോ താൻ ജൽപ്പനെ വിജയായി പ്രഖ്യാപിച്ചത്? വിജയ് ജൽപ്പന. അത് ഞാൻ കണ്ടതല്ലേ. ഛേ, അതെങ്ങനെ ശരിയാവും? താനല്ലേ പറഞ്ഞത് വള്ളിയിൽ ആദ്യം തൊടുന്ന ആളാ വിജയ് എന്ന്. ആദ്യം തൊട്ടത് ജൽപ്പന. കാരണം വള്ളി മുറിച്ചുകൊണ്ട് വന്നത് അവനാ.